നിങ്ങളുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ അത് വിൽക്കുന്ന സമയത്ത് അത് ഓൾഡ് കസ്റ്റമർ ആയാലും ന്യൂ കസ്റ്റമർ ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൻ്റെ പേരാണ് 20-20 പ്രിൻസിപ്പിൾ. 20-20-20 എന്ന് പറയും. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കസ്റ്റമറോട് ആകെ എത്ര സമയമാണ് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 6 മിനിറ്റാണ് സംസാരിക്കുന്നതെങ്കിൽ ആദ്യത്തെ 2 മിനിറ്റ്, പിന്നീട് 2 മിനിറ്റ്, പിന്നീട് 2 മിനിറ്റ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 2 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? റാപ്പോ ബിൽഡ് ചെയ്യണം. അവരായിട്ട് നല്ലൊരു ബോണ്ടിങ് നിങ്ങൾ ഉണ്ടാക്കണം. രണ്ടാമത്തെ 2 മിനിറ്റ് നിങ്ങൾ പ്രസൻറ്റേഷനിലേക്കാണ് പോവേണ്ടത്. മൂന്നാമത്തെ 2 മിനിറ്റ് ക്ലോസിങ്ങിലേക്ക് പോകണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. എപ്പോഴും ശ്രദ്ധിക്കാം, പരമാവധി കസ്റ്റമറിന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഈ റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽസോ അങ്ങനെ ഒരു ഡ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു സെയിൽസാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ ടീമിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് അപ്പോൾ അവരോട് ചോദിക്കുക, എവിടെയാണ് വീട്, ഓക്കെ, അപ്പോൾ ഇന്ന സ്ഥലമൊക്കെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിലും ഇന്നൊരാളെ നിങ്ങൾക്ക് അറിയില്ലേ, ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിയാതിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ പാർട്ട് എന്തെയും ഓപ്പൺ ആവും. അപ്പോൾ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കും. പിന്നെ അടുത്തത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നമ്മൾ ഒരു പ്രോഡക്റ്റും ഒരു സർവീസും നമ്മൾ വിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലല്ലോ? ഞാൻ പറഞ്ഞു തരാം. അഥവാ കസ്റ്റമറിന് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നമ്മുടെ അടുത്തേക്ക് വന്നത്, അവരൊരു പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട്. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാർ വാങ്ങുന്ന സമയത്ത് അത് 2 രീതിയിലാണ് ഒരു സെയിൽസ് നടക്കുക. ഒന്ന്, ഒരു പ്രോബ്ലം ഒരാൾ അനുഭവിക്കുന്നുണ്ടാവും, അതിനുള്ളൊരു സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പേന വാങ്ങുന്നത് എന്താണ്, അദ്ദേഹത്തിന് എഴുതണം എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഡയമണ്ടൊക്കെ വാങ്ങുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിനല്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ അടുത്തൊരു ലെവലിലേക്ക് എത്തി, ഞാനൊരു റിച്ച് ആണ്, എനിക്ക് ഫേമസ് കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് നടക്കുന്നത് ഈ 2 രീതിയിലാണ്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ ഫീലിങ്ങിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസൻറ്റേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് പറയുന്നതിന് പുറമെ അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്. അപ്പോൾ അവരൊരു പക്ഷേ ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു ഇംഗ്ലീഷ് സംസാരിക്കണം, അപ്പോൾ അതിനൊരു കോഴ്സിന് വേണ്ടി വന്നതാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഓക്കെ, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പ്രശ്നം ഉണ്ടാവും. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം ഒരു പ്രോബ്ലം ആയിട്ടാണ് വന്നതെങ്കിൽ അദ്ദേഹത്തിന് ബാധിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കേണ്ടത്. പ്രസൻറ്റേഷൻ സമയത്ത് കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നുള്ളതാണ്. ദെൻ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവസാനത്തെ ആ ഒരു 20 എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. നിങ്ങൾ ഇതുവരെ പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് ക്ലോസ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിലവഴിച്ച സമയമൊക്കെ എന്ത് ചെയ്യും, വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സെയിൽസ് ടീമിനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ 20-20 പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഏതൊരു കസ്റ്റമർ, ഈ പുതിയ കസ്റ്റമർ ആയിക്കോട്ടെ ഓൾഡ് കസ്റ്റമർ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഓൾഡ് കസ്റ്റമറിന് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കണം. കാരണം നമ്മളെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ അവർ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ടീമിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാലും ഈ ഒരു പാറ്റേണിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെയിൽസ് പ്രസൻറ്റേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സെയിൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, സെയിൽസ് മാസ്റ്ററി വിത്ത് NM.